ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുമ്പം അതിൻ്റെ മുൻപിൽ നാളെ മുതലാണ് തുടങ്ങുക. അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ മുൻപ് ഭാഗവതം എന്ന് പറഞ്ഞ ശാസ്ത്രഗ്രന്ഥം പഠിക്കലാണല്ലോ അപ്പോൾ സപ്താഹയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രന്ഥം പഠിച്ച് ഉറപ്പിക്കാനായിട്ട് പുറപ്പെടാൻ നമ്മൾ ഉത്സാഹിക്കുമ്പോൾ ഈ ഭാഗവതത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ എന്തിനാണ് പുറപ്പെടുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെയൊക്കെയുള്ളതായ ചില പ്രത്യേക സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള പ്രകരണമാണ് ഈ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം, അല്ലെങ്കിൽ മാഹാത്മ്യം പറയുക എന്ന് പറയും. പത്മപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ 6 അധ്യായത്തിൽ വിസ്തരിച്ച് പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മാഹാത്മ്യം, പ്രത്യേകതയും വൈശിഷ്ട്യങ്ങളും ഒക്കെ. നമ്മുടെ ഉത്തരഖണ്ഡത്തിലെ പത്മപുരാണത്തിൽ പറഞ്ഞ പ്രകാരത്തിലാണ് പറയുന്നത്. എന്താ ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ച് പറയുക വെച്ചാൽ നമ്മൾ പലപ്പോഴും ഭൂമിയിൽ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ മിടുക്കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ച് പോണതെന്ന്. പണ്ട് അലക്കുകാരൻ്റെ കഴുതയുടെ മാതിരി എന്ന് പറയും. ഈ അലക്കുകാരൻ്റെ കഴുത എന്ന് പറഞ്ഞാൽ പണ്ടൊരു അലക്കുകാരൻ ഇങ്ങനെ ഒരു കഴുത ഉണ്ടായിരുന്നു അലക്കുകാരന്. ഈ കഴുതയായിട്ട് നടക്കുമ്പം അദ്ദേഹം ഈ അലക്കില്ലാത്ത സമയത്ത് ഈ കഴുതയായിട്ട് ചെയ്യും. അദ്ദേഹം വലിയ ഭക്തനായതുകൊണ്ട് അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ ഈ പ്രതിമ ഈ കഴുതയുടെ പുറത്ത് വെച്ച് ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കും. അപ്പോൾ ഇത് അങ്ങാടി കൂടിയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ കൃഷ്ണ വിഗ്രഹം കാണുമ്പോൾ ഇങ്ങനെ നോക്കി തൊഴും. അപ്പോൾ ഈ കഴുത ഇതിങ്ങനെ കണ്ടപ്പോൾ കഴുത വിചാരിച്ചു അത് കേമാണ്. എന്താ കാരണം എല്ലാവരും തന്നെ ഇങ്ങനെ തൊഴുകയാണല്ലോ, നന്നായിട്ട് തൊഴണമുണ്ട്. അപ്പോൾ കഴുതയ്ക്ക് സന്തോഷമായി. ഇപ്പോൾ ഏത് ദിക്കി പോയാലും ആൾക്കാർ തന്നെ നോക്കി ഇങ്ങനെ തൊഴുകയാണ്. അപ്പോൾ കഴുത വിചാരിച്ചു ഞാൻ ഏതാണ്ട് ഒരു വലിയ ആളായില്ലോ, ആൾക്കാരൊക്കെ ഇങ്ങനെ തൊഴുക നമസ്കരിക്കുക, റോഡിൻ്റെ മുകളിലൊക്കെ തന്നെ നമസ്കരിക്കുന്നു വെച്ചാൽ താൻ കേമനല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ കഴുതയ്ക്ക് തോന്നി ഇത്രയൊക്കെ വലിയ കേമനായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പുറത്ത് എന്തൊരു സാധനം പറ്റുള്ളൂ വെച്ചത് ഒരു കുടയിലങ്ങോട്ട് കുടഞ്ഞു. അത് തീർച്ചയായിട്ട് പോയി കൃഷ്ണ വിഗ്രഹത്തോടെ നാട്ടുകാരും അലക്കുകാരനും കൂടി തല്ലി കാലൊടിച്ചു. ആരുടെ? ഈ കഴുതയുടെ എന്നാ പറഞ്ഞത്. ഈ കഴുതയുടെ മട്ട ലോകത്തിൻ്റെ ഇതിലെത്തി. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഈ നമ്മളിങ്ങനെ പോകുമ്പം വിചാരിക്കും നമ്മുടെ മിടുക്കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോണത് എന്ന്. ഈ കഴുത വിചാരിച്ചത് തൻ്റെ മിടുക്കാന്നാണ്. ഈ കഴുതയുടെ മാതിരി ലോകത്ത് ജീവിച്ചു പോണ കൂട്ടരാണ് നമ്മൾ എന്ത് പറയുക? അജ്ഞാനികൾ എന്ന് പറയും. അജ്ഞാനിച്ചർത്ഥം എന്താ? ഒരു കഥയും പകതിരവും ഇല്ലാത്ത കൂട്ടര്. ഈ കഴുതയ്ക്ക് ഇപ്പം നിശ്ചയുണ്ട്. അപ്പം തന്നെയല്ല തൊഴണത്, തൻ്റെ പുറത്തിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിനെയാണ് തൊഴണത് എന്ന വിവരം ബോധം കഴുതയ്ക്കുണ്ട്. വെച്ചാൽ കഴുതി തല്ല് വാങ്ങണ പണിക്ക് പോവില്ല എന്നാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ സമ്പ്രദായത്തിൽ ലോകത്ത് ജീവിച്ചു മരിച്ചു പോണ ആളുകളെ കുറിച്ചിട്ടാണ് എന്ത് പറയുക? കഥയിലായുള്ള കൂട്ടരെന്ന് പറയും. ശങ്കര ഭഗവത്പാദർ ഇത്തരക്കാരെ കുറിച്ച് പറയുമ്പം പറയും സാധാരണഗതിയിൽ ചില ജന്തുജീവജാലങ്ങളുടെ മട്ട് പറയുമ്പം ഭഗവത്പാദരെ വിശേഷിച്ച് പറയും ഖാദതേ മോദതേ നിത്യം ശുനക സൂകരഖര തേഷാം ഏഷാം വിശേഷക്കോ വൃത്തിയേഷാം തു തൈ സമ എന്ന് പറയും. അതായത് ഭക്ഷണം കഴിക്കലും സന്തോഷിക്കലും എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. ആരൊക്കെയത്? ശുനകൻ എന്ന് പറഞ്ഞാൽ നായ, സൂകരൻ എന്ന് പറഞ്ഞാൽ പന്നി, ഖരം എന്ന് പറഞ്ഞാൽ കഴുത. കുട്ടികളെ പിടിച്ചിരുത്തിക്കോളൂ, കുട്ടികളെ കൊണ്ടുവന്ന് ആൾക്കാർ ആരംഭിച്ചാലും ശ്രദ്ധിക്കുക. പറയേണ്ട കുട്ടികളെ കൊണ്ടുവന്ന് നടക്കുന്ന ശ്രദ്ധിച്ച് മനസ്സിരുത്തോട്ട് കളിക്കാനായിട്ട് പറ്റരുത്. അപ്പോൾ ഈ ശുനകനും സൂകരനും ഖരനും. ശുനകൻ എന്ന് പറഞ്ഞാൽ നായനെ. നായയ്ക്കുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, സന്തോഷിക്കുക. നായയുടെ സമ്പ്രദായത്തിൽ സന്തോഷിക്കലൊക്കെ ഉണ്ട്. കഴുതയ്ക്കുണ്ട്. അതും അതിൻ്റെ സമ്പ്രദായത്തിൽ ആഹാരമൊക്കെ കഴിക്കേണ്ട. സന്തോഷം വരുമ്പോൾ എന്താ ചെയ്യുന്നു നമുക്കറിയില്ല. ഏതായാലും സന്തോഷിക്കുന്ന ഏർപ്പാടൊക്കെ അതിനുണ്ട്, കഴുതയ്ക്കുണ്ട്. അപ്പോൾ ഖരം എന്ന് പറഞ്ഞാൽ കഴുതയാണ്. പിന്നെ സൂകരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സൂകരം എന്ന് പറഞ്ഞാൽ പന്നി. പന്നിക്കുണ്ട് അതിൻ്റെ സന്തോഷിക്കലും ആഹാരം കഴിക്കലൊക്കെ. ഇങ്ങനെ ആഹാരം കഴിക്കലും സന്തോഷിക്കലും ഈ പറഞ്ഞ ജന്തുക്കൾക്കൊക്കെ ഉണ്ടെന്നിരിക്കെ തേഷാം ഏഷാം വിശേഷക്കോ. ആ കൂട്ടർക്കും ഈ കൂട്ടർക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്നാ ചോദിക്കുന്നത്. ആ കൂട്ടരെ പറഞ്ഞാൽ ഈ പറഞ്ഞ ജന്തുക്കളും, ഈ കൂട്ടരെ പറഞ്ഞാൽ ഈ മനുഷ്യന്മാരും. ഈ രണ്ട് കൂട്ടരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? മനുഷ്യന്മാർ ഈ പെട്ടെന്നെയാണ് ജീവിച്ച് പോണത്. ഭക്ഷണം കഴിക്കലും കുറേ കഴിക്കുക, കുറേ സന്തോഷിക്കുക, കുറേ ഇങ്ങനെയായിട്ട് ജീവിച്ച് പോവുക. ആരെ എൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറയുന്നത്? ശ്രദ്ധിക്കോട്ട്. വർത്തമാനം പറഞ്ഞ് പുറത്ത് പോയിട്ട് പറയുക. ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നിശബ്ദമായിട്ടിരിക്കണം. വേറെ വർത്തമാനം പറയുക. ശ്രദ്ധിക്കോട്ട്. പറയുക ലേശം നേരം നമ്മൾ രണ്ടു കുറ്റം കൂടി പറഞ്ഞ വിഷമമായതുകൊണ്ടാണ് ശ്രദ്ധിക്കും. അപ്പോൾ ഈ പറയുന്ന സാധാരണക്കാരായ ഇങ്ങനെ ഈ ഉണ്ടുറങ്ങി ജീവിച്ചു പോവുക എന്നുള്ളത് ജന്തുജീവജാലങ്ങളും ചെയ്യും. ഈ ജന്തുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് 3 ധർമ്മമാണ്. എന്തൊക്കെയാണ് ജന്തുക്കളുടെ ധർമ്മം എന്നറിയോ? അതായത് ആഹാരം,
നിദ്ര, മൈഥുനം. ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ആഹാരം എന്ന് പറഞ്ഞാൽ വിശക്കുമ്പം ഭക്ഷണം കഴിക്കുക. അതിപ്പോൾ മനുഷ്യന്മാരും കഴിക്കും, എല്ലാ ജന്തുക്കളും കഴിക്കും. പിന്നെ നിദ്ര, ഉറങ്ങേണ്ട നേരമായ ഉറക്കം വന്നാൽ നമ്മൾ ഉറങ്ങും, അതുകൊണ്ട്. പിന്നെ മൈഥുനം. മൈഥുനം എന്ന് പറഞ്ഞാൽ തൻ്റെ വംശത്തെ വർദ്ധിപ്പിക്കാനുള്ളതായ പ്രേരണ. അതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പം ഈ പറയണ 3 സമ്പ്രദായം എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. മനുഷ്യന്മാർക്കും ഇത്രയേ ഉള്ളൂ വെച്ചാൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. വ്യത്യാസം കാലിൻ്റെ എണ്ണത്തിലേ ഉള്ളൂ എന്ന് മാത്രം. മറ്റേനും കുറച്ച് 3-4 എണ്ണം ഉണ്ടാവും, നമുക്ക് 2 എണ്ണം ഉണ്ടാവും സ്വഭാവമൊക്കെ. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത് മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. മനുഷ്യൻ്റെ രൂപത്തിൽ മൃഗങ്ങൾ സഞ്ചരിക്കണം. അങ്ങനെ ഈ പത്രക്കാർക്ക് മൃഗീയം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. മൃഗീയം എന്നൊക്കെ പറയുന്നത് ജന്തുക്കൾക്ക് മനസ്സിലാവായതുകൊണ്ട് നന്ന്. എന്താ കാരണം? മൃഗങ്ങളൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ദുഷ്ടത കൂടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ മൃഗീയം എന്നൊക്കെ പറയും. ജന്തുക്കൾക്കൊക്കെ ഓരോന്നിനും അതിൻ്റേതായ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമേ ഒരു സമ്പ്രദായവും ഇല്ലായിരിക്കും. പശു നീ എത്ര ദാരിദ്ര്യം വന്നാലും, എത്ര കഷ്ടത്തിലായാലും, എത്ര വിഷമിച്ചാലും പശു എന്ത് തിന്നില്ല? വല്ല ജന്തുക്കളെയും പിടിച്ച് തിന്നിട്ട് ജീവിക്കാൻ. പുല്ലൊക്കെ തീർന്നു എന്തായാലും. വല്ല കാക്കയോ കോഴിയോ പൂച്ചയോ പിടിച്ച് തിന്നുക എന്നിട്ട് ജീവിക്കുക എന്നാരും വിചാരിക്കില്ല. പശു വിചാരിക്കില്ല. പശു ചത്തങ്ങോട്ട് പോകും. തിന്നാനൊന്നുമില്ലേ, നിവൃത്തിയില്ല, ചത്തങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇനി പുലിയാണെങ്കിൽ പുലി വിചാരിക്കും എന്താ പട്ടിണിയാണ്, ഇനിയിപ്പോൾ ഒന്നിനും തിന്നാൻ ജന്തുക്കളൊന്നുമില്ല. എന്നാൽ നീ കുറച്ച് നമ്മൾ കോപ്പി എഴുതിയത് ഓർമ്മയില്ലേ? ഗതി കെട്ടാല് ഇത്ര കാലം കോപ്പി എഴുതിയതല്ലേ? അത് കോപ്പിയിലൊക്കെ നന്ന്. പുലിക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്തത് കൊണ്ട് ടീച്ചർ രക്ഷപ്പെട്ടതാണ്. അല്ലാതെ ഗതി കെട്ടാൽ പുലി എന്ത് തിന്നാറില്ല? ഒരു കാലത്തും പുല്ല് തിന്നിട്ടില്ല. പുലി ചത്തുപോയേ പതിവുള്ളൂ. അപ്പം അതുകൊണ്ട് പുലി ഇന്നതേ തിന്നുള്ളൂ, ഇന്നതേ ചെയ്യുള്ളൂ, ഇന്ന മട്ടേ നടക്കുള്ളൂ. നമ്മളെയൊക്കെ കണ്ടാൽ പുലി കടിച്ച് കീറും പിടിച്ച് തിന്നുന്നൊക്കെ നമുക്ക്. അപ്പം നമ്മൾ നോക്കി കണ്ട് നടന്നാൽ മതി. അതുപോലെ ഒരു പാമ്പ് നമ്മളെ കണ്ടിട്ട് നമ്മൾ ചെന്നൊക്കെ ചവിട്ടേ പാമ്പ് അതിനെന്തെങ്കിലും ഉപദ്രവിക്കുക ചെയ്താൽ കടിക്കുന്നു. അതുകൊണ്ട് അതിനെ ചെയ്യാണ്ട് നമ്മൾ ഇപ്പോൾ ആദ്യം പോയി പാമ്പൊന്നും ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ ഈ ജന്തുജീവജാലങ്ങൾക്ക് ആ ജന്തുജീവജാലങ്ങളുടേതായ ഒരു സമ്പ്രദായത്തിൽ ഒരു എന്തുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. പശു ഇങ്ങനെയാണ്, പുലി ഇങ്ങനെയാണ്, കടുവ ഇങ്ങനെയാണ്, പാമ്പ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ ഇന്ന നേരത്തെ ഇന്നതേ ചെയ്യുള്ളൂ, ഇന്ന നേരത്തെ ഇന്നതേ ചെയ്യുള്ളൂ നമുക്ക് ഉറപ്പാണ്. ഈ പാമ്പിൻ്റെ കൂടെ നമ്മൾ ഇനി എത്ര കാലം താമസിച്ചാലും പാമ്പിനെ ചവിട്ടാണ്ടിയും കുത്താണ്ടിയും നോക്കിയാൽ മതി, ഒരു കുഴപ്പവും പാമ്പിനെ കൊണ്ടുണ്ടാവില്ല. പാമ്പ് നമ്മളെ വന്ന് ഉച്ചാക്കി ഒന്ന് കടിക്കുക വൈകുന്നേരം ചെയ്യില്ല. നമ്മളതിനെ ഉപദ്രവിച്ച് അതിന് തോന്നുക തന്നെ ഉപദ്രവിക്കുകയാണെന്ന് തോന്നി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. ആ തോന്നൽ അതിനുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെ കഴിച്ചു കൂട്ടി പോവാം. ഇപ്പോൾ ഈ പുലിയൊക്കെ ആണെങ്കിൽ നല്ലോണം വയറൊക്കെ അങ്ങനെ നിറഞ്ഞ് മുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടി പോയാലും ഒന്നും സംഭവിക്കില്ല. എന്താ കാരണം? പുലി ഒന്നും ചെയ്യില്ല. എന്താ കാരണം? ഇപ്പോൾ വിശപ്പൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എപ്പോഴാ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത ഒരേ ഒരു ജന്തു ഉള്ളൂ ഭൂമിയിൽ. അതാരാ? ഉറക്കെ പറയണ്ട, മനസ്സിലായവർ മിണ്ടണ്ട. ആ ജന്തു ഏതാണ്? അതന്നെ, മിണ്ടട്ട. ആൾക്കാർ കേട്ടാൽ മോശമല്ലേ, നമുക്ക് ഇനി അങ്ങാടി കൂടെയൊക്കെ പോകാനുള്ളതല്ലേ, ശരിയല്ലേ? എപ്പോഴാ എന്താ എവിടെയാ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തിനും മടിക്കാത്ത ഒരു സമ്പ്രദായം. അപ്പം അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ് ആരുടേത്? മനുഷ്യൻ്റേത്. മനുഷ്യൻ ഗതി കേട്ടാൽ പുല്ലും തിന്നും, പുലിയെ തിന്നും, ആനയെ തിന്നും, എന്തിനും തിന്നും. അങ്ങനെ ഇന്നത് തിന്നുള്ളൂ തിന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ആരുടെയും പകയുണ്ടെച്ചാൽ വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും ഒന്നും ഒരു മടിയും ഇല്ല. എന്നാലും നമ്മൾ പറയുകയും ചെയ്യും മനുഷ്യന് എന്ത് ബുദ്ധി ഉണ്ടെന്ന്. ഒരു ബുദ്ധി ഇല്ല, എന്നാലും വിശേഷം എന്ത് വിശേഷമാണാവോ അല്ലേ, അങ്ങനെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പം അതുകൊണ്ടാണ് ഈ പുലിക്കും ആടിനും പൂച്ചയ്ക്കും നായയ്ക്കൊന്നും ഭാഗവതം കേൾക്കണോ അല്ലെങ്കിൽ രാമായണം കേൾക്കണം, ഭഗവത്ഗീത വായിക്കണം, പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം എന്ന് അവർക്ക് നിയമമൊന്നും ഇല്ല. എന്താ കാരണം? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരവരുടെ ആ ജീവവാസനയ്ക്കനുസരിച്ചേ ജീവിക്കുള്ളൂ. പക്ഷേ മനുഷ്യന്മാർ ഇതൊക്കെ കേട്ടോളണം. എന്താ കാരണം ചേട്ടോ, നമ്മളൊക്കെ എപ്പോഴാണ് എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു വകതിരിവും ധർമ്മബോധവും സമ്പ്രദായവും ലോകത്തുണ്ടായാൽ മനുഷ്യനാണല്ലോ ഇതിനെയൊക്കെ അടക്കിയും ഭരിച്ചും ലോകത്ത് ജീവിക്കുന്നത്. ഈ ലോകത്തിനും ഒരു ധാർമ്മികതയുടെ വെളിച്ചം ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ ഇതിങ്ങനെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ പറഞ്ഞു വരിക വെച്ചാൽ ഇന്നപ്പോൾ ഇതിനപ്പോൾ പിന്നെ പഠിക്കുന്നത് വേറെ എന്തെങ്കിലും പഠിച്ചാൽ പോലെ, വേറെ എന്ത് പഠിച്ചാലും വിരോധമൊന്നുമില്ല, അങ്ങനെ ഇന്നതേ പഠിക്കാവൂന്നൊന്നുമില്ല. പക്ഷേ ഭാഗവതം പഠിച്ച് മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താ ചോദിച്ചാൽ, നമ്മളിപ്പം വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പഠിക്കുന്നതും മനസ്സിലാവണ്ടേ ഇതെന്താ എങ്ങനെയാണെന്ന്. വലിയ വലിയ കാര്യം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ചെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഒരു വകതിരിവും കഥയുണ്ടാവില്ല. പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും കുറേ കാലം, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല.
അപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അവനവന് അറിവായിട്ട് തീർന്ന് ആ അറിവ് പ്രയോഗത്തിൽ വന്ന് അതിനനുസരിച്ച് ആ അറിവിൻ്റെ പ്രയോഗം കൊണ്ട് നന്മ ഉണ്ടാവുകയാണെങ്കിലേ അറിവുകൊണ്ട് എന്തുള്ളൂ, ഗുണമുള്ളൂ. ഇപ്പം നമുക്ക് എല്ലാ അറിവുകൊണ്ട് ഗുണമൊന്നുമില്ല. അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അറിവുണ്ടാവുക, ആ അറിവ് പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവണം, മനുഷ്യന് നന്മയും കൂടി ഉണ്ടായാലേ എന്തുള്ളൂ, അത് അറിവ് ഗുണാവുള്ളൂ. ഇപ്പോൾ സയൻസ് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മരുന്നൊക്കെ ഉണ്ടാക്കുന്നത്. പല വയ്യായിക്ക് മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് സയൻസ് പഠിച്ചിട്ടല്ലേ. ഇതാരൊന്നും ഉണ്ടാത്തത് അങ്ങനെ തന്നെയല്ലേ? ആണത്ര ആണ്. അപ്പോൾ മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് സയൻസ് പഠിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അത് ശരി തന്നെയാണ്. നീ ബോംബ് ഉണ്ടാക്കണ്ടാരാ? സ്കൂളിലേക്ക് പോവാത്തവരാ. അവർക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുണ്ടാക്കണതും സയൻസ് പഠിച്ചവൻ തന്നെയാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? അതും സയൻസിൻ്റെ വെളിച്ചം കൊണ്ട് തന്നെയാണ്. ബോംബ് ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ഇടയിൽ പൊട്ടിച്ചിട്ട് ആൾക്കാരെ കൊല്ലണതും സയൻസ് പഠിച്ചവനാണ്. മരുന്ന് ഉണ്ടാക്കിയിട്ട് ആളുകളെ നന്മയിലേക്ക് നയിക്കുന്നതും സയൻസ് പഠിച്ചിട്ടാണ്. അപ്പം സയൻസിനല്ല കുഴപ്പം, പിന്നെ ഇതിനാ കുഴപ്പം? പഠിച്ചവനാണ്. മനസ്സിലാവണില്ലേ? സയൻസ് ഇപ്പം ആരുടെ കയ്യിലാണ് കിട്ടുന്നു വെച്ചാൽ നല്ല സജ്ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ ലോകത്തിന് ഉപകാരമായി, ദുഷ്ടന്മാരുടെ കയ്യിൽ കിട്ടിയ ലോകത്തിന് ഉപദ്രവമായി. അപ്പം നമ്മൾ സയൻസിൽ തിരുത്തൽ വരുത്തണ്ട. എന്തിനേ വരുത്തണ്ടു? സയൻസ് പഠിച്ചവൻ എന്തുണ്ടാവണം, ധാർമ്മികത ഉണ്ടെങ്കിൽ എന്ത് നേരെയായി, സയൻസ് നേരെയായി. ഇല്ലെങ്കിൽ സയൻസ് നേരെയാവില്ല. അപ്പം സയൻസ് ആയിക്കോട്ടെ, ഇനിയിപ്പം കണക്കായിക്കോട്ടെ, എന്ത് ബുദ്ധിയോട് ചെയ്യുന്ന മഹിമകളായിക്കോട്ടെ, ഇതൊക്കെ ലോകത്തിന് നന്മയായിട്ട് ഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനെന്ത് വേണം? ധാർമ്മികത ഉണ്ടാവണം. ഈ ധാർമ്മികത എങ്ങനെയുണ്ടോ? എന്ത് ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ? ധാർമ്മികത എന്ന് പറഞ്ഞാൽ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ധർമ്മത്തിന് പല വ്യാഖ്യാനങ്ങളും വളരെ വിപുലമായ ശാസ്ത്ര വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്രയൊന്നും ഇല്ലെങ്കിലും ചിലതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ചെറിയ ചെറിയ രീതിയിൽ ധർമ്മം എന്താണെന്ന് വലിയ വലിയ അർത്ഥമൊക്കെ ഉണ്ട്. ധർമ്മത്തിനെ കുറിച്ച് വലിയ വിസ്താരമൊക്കെ പറയും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് പറയാം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഇത്രയേ ഉള്ളൂ. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മത്തിൻ്റെ ലക്ഷണമാണ്. എന്താ ലക്ഷണം? ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചാപി വിചാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മത്തിൻ്റെ സൂക്ഷ്മതത്വം ഞാൻ പറയാം, കേട്ടോളൂ. എന്താ ധർമ്മത്തിൻ്റെ സൂക്ഷ്മതത്വം? ആത്മനഃ പ്രതികൂലാനി, അവനവന് വിപരീതായത്, പരേഷാം ന സമാചരേത്, മറ്റുള്ളവരുടെ നേരെ ചെയ്യരുത്. മനസ്സിലായില്ല അല്ലേ? ഇപ്പം നമ്മൾക്ക് അമ്മിക്കല്ല് ഉരുട്ടി മറിച്ച് കാലിൻ്റെ മുള്ളിട്ടാൽ നമ്മുടെ കാലിന് എന്തുണ്ടാവും? അപ്പം നന്നായത്. അമ്മിക്കല്ല് ഉരുട്ടി മറിച്ച് കാലിൻ്റെ മുള്ളിട്ടപ്പോൾ എന്താ ഉണ്ടാവുക? വേദന ഉണ്ടാവുക. അത്ര വേദന കൊണ്ടുകൊണ്ടേ വരില്ലേ? ശരിയല്ലേ? എല്ല് മുറിഞ്ഞ് തകർന്ന് പോവില്ലേ? അപ്പം നമ്മുടെ കാലിൻ്റെ മുകളിലേക്ക് അമ്മിക്കല്ല് ഉരുട്ടി മറിച്ചിട്ടാൽ ഈ ജാതി ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ അക്കല്ല് ഉരുട്ടി മറിച്ച് മറ്റയാളുടെ കലമ്പിക്കും ഇടരുതിട്ട് അയാൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബോധം ഉള്ളിലുണ്ടായിട്ട് ആ പണി ചെയ്യാണ്ടിരിക്കാനുള്ള വിവേകത്തിൻ്റെ പേരാണ് എന്ത്? ധാർമ്മികത. ശരിയല്ലേ? ഇപ്പം നമുക്ക് ഉച്ച നേരമായാൽ നല്ലോണം വിശക്കും. ശരിയല്ലേ? ഇത് അപ്പോൾ ഊണ് കഴിച്ചാൽ വിശപ്പങ്ങട് തീരും. ഇതേ ജാതി വിഷമം മറ്റയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്തായി? ധാർമ്മികതയാണ്. ശരി. വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം വെച്ചാൽ ആ മിറ്റത്തും പറമ്പിലൊക്കെ പണിയെടുക്കണ പണിക്കാരന് വല്ലാത്ത വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പാവം വെയിലിനെ സഹായം ചെയ്ത് കൊടുക്കുക ചെയ്താൽ അതെന്താണ്? ധാർമ്മികത. അപ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ഭഗവത്ഗീത രാവിലെ വരെ തുടങ്ങി വൈകുന്നേരം വരെ വായിച്ചിരിക്കലൊന്നുമല്ല. എന്ത് ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വായിച്ചിട്ട് ഇപ്പം പറഞ്ഞ ബുദ്ധിയും ഇവരും ഇല്ലെങ്കിൽ പിന്നെ അത് വായിക്കാണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? പുസ്തകം രാവിലെ മുതൽ വായിക്കേണ്ട, വൈകുന്നേരം വരെ വായിക്കേണ്ട. പക്ഷെ ഒരു നായയ്ക്ക് ഒരു ഉരുള ചോറും കൊടുക്കില്ല, ഒരു തുള്ളി വെള്ളം ഒരു മനുഷ്യനല്ല ഒരു ജീവിക്ക് കൊടുക്കില്ല. വല്ല കാര്യമുണ്ടോ? ഇത് വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഇത് വായിച്ചാണ്ടാവേണ്ടത് എന്താണ്? ധാർമ്മികത. ആ ധാർമ്മികത വെച്ചാൽ എന്താണ്? ഈ വകത്തിൽ ഇങ്ങനെ ലോകത്തിൽ ജീവിക്കുമ്പം നമ്മൾക്കും നമ്മുടെ കൂടെയുള്ളതായ ലോകർക്കും നന്മയും സുഖവും ഉണ്ടാവണം. ലോകത്തിൽ ജീവിക്കുമ്പം ഈ ലോക ജീവിതം കഴിഞ്ഞാലും അതുകൊണ്ട് എന്തുണ്ടാവണം? നന്മ ഉണ്ടാവണം. അങ്ങനെ നന്മ ഉണ്ടാവണേനാണ് പറയുക
ഇഹ ഈ ലോകത്തും അമുത്ര. അമുത്ര പറഞ്ഞാൽ ഈ ജീവിതം കഴിഞ്ഞാലും ഉണ്ടാവില്ല, നമ്മുടെ ഈ ജീവന്റെ ഗതി വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴും നന്മ ഉണ്ടാവണം, ഈ ജീവിതം കഴിഞ്ഞാലും മോക്ഷത്തിന്റെ നന്മ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാൻ വേണ്ട വഴികൾ എന്തെന്ന് പണ്ടേ ആര് ചിന്തിച്ചു തുടങ്ങി? മഹർഷിമാര് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അവരങ്ങനെ ചിന്തിച്ച് ഈ ഭാരതത്തിൽ വലിയ ചിന്താശീലന്മാരായിരുന്നു പണ്ടുണ്ടായത്. വലിയ നമ്മളൊന്നും ഇപ്പൊ ഈ കാലത്ത് പോലും ചിന്തിക്കാൻ പുറപ്പെടാത്ത കാര്യങ്ങളൊക്കെ പണ്ട് ചിന്തിച്ച് മതിയാക്കി വെച്ച ആൾക്കാരാണ്. വെച്ചാല് നമ്മൾ നമ്മളെ കുറിച്ച് ധാരാളമൊന്നും പഠിക്കുക, അറിയുകയും മനസ്സിലാക്കുകയൊന്നും പതിവൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചോ നമ്മുടെ ഋഷിമാരെക്കുറിച്ചോ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊന്നും നമ്മൾക്ക് ഒന്നാമത് നമ്മളാരും പഠിപ്പിക്കാറില്ല. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അത്? ഭാരതത്തിലെ മഹർഷിമാരൊക്കെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ ഏതെങ്കിലും പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ? സയൻസ് പഠിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഭൂമി ഇല്ലേ, ഭൂമിക്ക് ഗുരുത്വാകർഷണ ശക്തി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ? തരക്കാടില്ലിട്ടോ അങ്ങനെയാണെങ്കിൽ. ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണ ശക്തി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ? ശരിയല്ലേ? തലയിൽ മറ്റേത് വീണപ്പം അത് വരിക്കച്ചക്കയാ. അപ്പോൾ അത് വീണാൽ മതിയായിരുന്നു. അന്ന് എന്താ ഉണ്ടായത്? നൈജാതി ബുദ്ധിമുട്ട് ഇതൊന്നും പഠിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വരിക്കച്ചക്കയല്ല, എന്താ വീണത്? എന്തോ വീണു. അപ്പോഴാണ് അത്ര അങ്ങനെ കേട്ടിട്ടില്ലേ? പക്ഷേ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? സയൻസിൽ അങ്ങനെയല്ലേ പഠിച്ചത്? പക്ഷെ വിശദീകരണം ഭാസ്കരാചാര്യര് നമ്മളുടെ മഹാത്മാവ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കേട്ടിട്ടുണ്ടോ? ഭാസ്കരാചാര്യര്, ആര്യഭട്ടാചാര്യര് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മഹാത്മാക്കൾ, വലിയ ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാരായിരുന്നു അവർ. ഈ ഭാസ്കരാചാര്യരുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയും, സിദ്ധാന്ത ശിരോമണി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഭാസ്കരാചാര്യർ പറയണേ, ആകൃഷ്ടശക്തിശ്ച മഹീതയായ സ്വസ്ഥം ഗുരു സ്വാഭിമുഖം സ്വശക്തിയാ ആകൃഷ്യതേ തത്പതതീവ ഭാതി സമേന്തരീക്ഷേ പതനം കഥം സ്യാത്. ഇവിടെ ഫിസിക്സോ കെമിസ്ട്രിയോ പിന്നെ എന്താ പറയുക ഈ ജിയോഗ്രഫിയൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടാവില്ലേ? അവരാരെങ്കിലും ഈ പദ്യം കേട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. എണീട്ട് പറയൊന്നും വേണ്ട, ചിന്തിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ ഇത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒന്ന്? ആകൃഷ്ട, ഇത് പദ്യമാണ്, അതിലത്തെ പദ്യമാണ്, ആ ഗ്രന്ഥത്തിലെ പദ്യമാണ്. ആകൃഷ്ടശക്തിശ്ച മഹീ തയായ സ്വസ്ഥം ഗുരു സ്വാഭിമുഖം സ്വശക്തിയാ ആകൃഷ്യതേ തത്പതതീവ ഭാതി സമേന്തരിക്ഷേ പതനം കഥം സ്യാത്. സംസ്കൃതമാണ്, അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നിശ്ചണ്ടാവില്ല. അതായത് പറയണേ, ആകൃഷ്ടശക്തിശ്ച മഹീ. മഹീ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമി ആകൃഷ്ടശക്തിയാണ്. ആകൃഷ്ടശക്തി, ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ട്. ആദ്യത്തെ വരിയുടെ അർത്ഥം. രണ്ടാമത്തെ വരി, തയാ ആ ശക്തി കൊണ്ട് സ്വസ്ഥം ഗുരു. സ്വസ്ഥം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തില് ഒന്നിൻ്റെയും മുകളിൽ തട്ടിയും മുട്ടിയും അല്ലാതെ കണ്ട് സ്വതന്ത്രമായി നിൽക്കുന്നതിന് എന്ത് പറയുക? സ്വസ്ഥം, ഫ്രീ സബ്സ്റ്റൻസ്. ഇതിൻ്റെ അർത്ഥം എവിടെയും തട്ടിയും തടഞ്ഞും കെട്ടിയും തൂക്കിയിട്ടൊന്നും വീഴില്ല. ഒന്നിൻ്റെയും മുകളിൽ തട്ടിയും തടയും അങ്ങനെയുണ്ടല്ലോ, നമ്മൾ തട്ടുപുറത്ത് വെച്ച് താഴേക്ക് വീഴുമോ? ഒന്നും വീഴില്ല. അങ്ങനെ എന്തെങ്കിലും മുകളിൽ വെക്കാതെ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി നിൽക്കണേ ഒരു വസ്തു. ആ വസ്തു എങ്ങനെയുള്ളതാവണം? ഗുരു. ഗുരു വെച്ചാൽ ഭാരമുള്ള വസ്തു ആവണം. വല്ല പരുത്തിയോ പഞ്ഞിയെന്നാണെങ്കിൽ എന്ത് ചെയ്യില്ല, വീഴില്ലത്. ഭാരമില്ലാത്തതുകൊണ്ട് പറന്നു പോവുക. ഭൂപത്താടിയൊക്കെ പറന്നു പോകുന്നുണ്ടല്ലേ? എന്താ കാരണം? ഭാരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സ്വസ്ഥമായിട്ട് അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി നിൽക്കുന്നതും ഗുരു ഭാരമുള്ളതുമായ വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിനെ ഭൂമി തൻ്റെ ഈ ശക്തി കൊണ്ട്, ഏത് ശക്തി കൊണ്ട്? ഈ ആകൃഷ്ടശക്തി, ആകർഷണ ശക്തി കൊണ്ട് ആകൃഷ്യതേ, വലിക്കണോ. മനസ്സിലായില്ലോ? വലിക്കണോ. അപ്പൊ വലിക്കുമ്പം കാണണം നമ്മൾക്ക് എന്ത് തോന്നും? പതതി ഇവ ഭാതി. ഭാതി നമ്മൾ തോന്നും. എങ്ങനെ തോന്നും? പതതി ഇവ, വീഴുകയാണെന്ന് തോന്നും, വീഴും പോലെ തോന്നും. ആ പോലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വീഴല്ല എന്നല്ലേ അർത്ഥം. ചക്ക പോലെ ഉണ്ട് തല എന്ന് പറഞ്ഞാലോ? ചക്ക അല്ല, അതുപോലെയാണ്. ചന്ദ്രനെ പോലെയാണ് മുഖം എന്ന് പറഞ്ഞാലോ? ചന്ദ്രൻ അല്ലാന്ന് തീരുമാനമായി, അതുപോലെയാണ് അല്ലേ ഇത് അർത്ഥം. താമര പോലെയാണ് കൈ എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെ ഇങ്ങനെയൊക്കെ വിരിഞ്ഞു നിൽക്കുക കയ്യുന്ന അല്ല. താമരപ്പൂ പോലെ പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ ചുമപ്പ് നിറവും മാർദ്ദവും ഒക്കെ കൈക്കുണ്ടെന്ന് ഉദ്ദേശിച്ചത്, താമര അല്ലാന്ന് മനസ്സിൽ. അപ്പം അത് അപ്പം വീഴും പോലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
വീഴല്ല എന്ന് ഉറപ്പായില്ലേ? അപ്പോൾ പതതി ഇവ ഭാതി, വീഴും പോലെ നമ്മൾക്ക് തോന്നും, കാണണവർക്ക് തോന്നും. മനസ്സിലായില്ലേ? അപ്പോൾ ചോദിക്കുകയാണ് ഈ ഭാസ്കരാചാര്യ ചോദിക്കുകയാണേ, എന്താ ചോദിച്ചതെന്നറിയോ? അതായത് സമയ അന്തരീക്ഷേ പതനം കഥം സ്യാത്, ഭൂമിയുടെ അന്തരീക്ഷം സമമാണെന്നിരിക്കെ വീഴ്ച എങ്ങനെ ഉണ്ടാവാനാണ്? അത് ഈ സമാണെന്ന്, ഭൂമി ഉരുണ്ടിട്ടല്ലേ, ഉരുണ്ടിരിക്കണ വസ്തുവിൻ്റെ ചുറ്റും ഇരിക്കണ അന്തരീക്ഷം സമായിട്ടല്ലേ ഇരിക്കുക. ചതുരത്തിലിരിക്കണതിന് സമാവില്ല. പണ്ടൊക്കെ മനസ്സിലാവില്ലേ? ഉരുണ്ട് ഇപ്പൊ 2-3 കാര്യം ഇതിൽ തീരുമാനമായി. ഭൂമി ഉരുണ്ടതാണെന്നുള്ള വിവരം ആദ്യം ഉറപ്പുണ്ട്. ഭൂഗോള വർണ്ണന മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഭൂഗോളം, അപ്പൊ ഭൂമി ഗോളാന്ന് നന്നേ വിവരം ഉണ്ടല്ലോ. ശരിയല്ലേ? ഇതാ ഏത് കാലത്ത്, ഏതോ BC 5000-6000 കൊല്ലം മുമ്പ് ആ വിവരമുണ്ട്. ഈ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ട്. ആ ശക്തി കൊണ്ട് തൻ്റെ പരിധിയിൽ വരുന്ന വസ്തുവിനെ തൻ്റെ അടുത്തേക്ക് വലിക്കണോ, ആ വലിക്കണത് കാണുമ്പോൾ നമുക്ക് വീഴുകയാണെന്ന് തോന്നും. ഉരുണ്ടിരിക്കണ ഭൂമിയുടെ അന്തരീക്ഷം എല്ലാ ദിക്കിലും സമമാവുകൊണ്ട് എങ്ങനെ വീഴാനാണ്? ഇവിടുന്ന് വീഴുമ്പോഴല്ലേ വീഴുക എന്ന് പറയുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടും വരില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടും സകല ദിക്കുന്നും വരുമല്ലോ. ഭൂമി ഉരുണ്ടിട്ടായതുകൊണ്ട് എല്ലാ ദിക്കുന്നും വരില്ലേ. അപ്പോൾ വീഴുകയാണ് എന്നുള്ളത് കാണണ ആളുടെ കാഴ്ചയ്ക്കുള്ള തോന്നലാണ്. ഈ കാര്യത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇതല്ല ഐസക് ന്യൂട്ടൺ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇത് പറഞ്ഞതാരാണ്? ശ്ലോകം തന്നെ ചൊല്ലാൻ കാരണം നമ്മൾ വിചാരിക്കും കേമത്തരം പറയുന്നത്, അതുകൊണ്ടാണ് ആ ശ്ലോകം ചൊല്ലി ഭാസ്കരാജ്. പക്ഷേ നമ്മൾ ഫിസിക്സ് പഠിച്ചവരോ ജിയോഗ്രഫി പഠിച്ചവരോ സയൻസിൽ ഏതെങ്കിലും മഹിമ പഠിച്ചവരോ ഈ പറഞ്ഞതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാഠം ഇങ്ങനെ ഒരു ആചാര്യൻ ഇങ്ങനെ പറഞ്ഞ വിവരം കൂടി ഉണ്ടിട്ട് അതുകൂടി കൂട്ടത്തിൽ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ കാരണം? നമുക്കറിയില്ല. അറിയാണ്ടിരിക്കാൻ കാരണം എന്താണ്? ഇത് എഴുതി വെച്ചത് സംസ്കൃത ഭാഷയിലാണ്. ആ ഭാഷ നമുക്ക് വശല്യ. ഭാഷ വശം ഉണ്ടെങ്കിലല്ലേ വായിച്ച് നോക്കിയിട്ടും അതെന്താ പറഞ്ഞത് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറിവില്ലായോണ്ടാണ് നമ്മൾ പലതും നമ്മളാരാ എന്താണെന്ന് നമുക്ക് നിശ്ചയിക്കേണ്ടി പോയി. നമ്മുടെ പൂർവികന്മാരായ മഹർഷിമാർ തന്നത് എന്താണ്, അതിൻ്റെ വലുപ്പം എന്താണ്, അതുകൊണ്ട് എന്താ ഗുണം എന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്ത പോയി. അതായത് വലിയ വലിയ മഹിമകൾ നമ്മുടെ പൂർവികന്മാരായ മഹാത്മാക്കൾ നമ്മൾക്ക് തന്നു വെച്ചാലും അതിൻ്റെ വില മനസ്സിലാക്കി പരിപാലിക്കാനുള്ള വിവരം നമ്മൾക്ക് ഇല്ലാതെ പോയതുകൊണ്ടുള്ള ദുരിതമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഈ വിവരം അത്രയ്ക്ക് ആ കാലത്തെ വലിയ പ്രസിദ്ധമായിട്ട് കൊണ്ടാടിയ വിവരമാണെന്ന് വെച്ചാൽ പിന്നെ ഐസക് ന്യൂട്ടൺ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുമോ? ഇപ്പോൾ പോലും ഇത് പറഞ്ഞ ആളുകൾ പറയുമോ തഞ്ചാൻ പറയണമെന്ന്? എന്ത് പറയും? ഇത് പുസ്തകത്തിലുണ്ട് കിടക്കണോ? എന്നിട്ടും ഈ പറയും. അങ്ങനെ ഒരു അടിമത്ത മനോഭാവം ഉണ്ടാവാൻ കാരണം ഈ അറിവില്ലായ്മയുടെ വൈഷമ്യമാണ്. അതുകൊണ്ട് നമ്മളാരാണ്, നമ്മുടെ ഈ ഒരു മഹിമ എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോണത് എന്നൊക്കെയുള്ള ചിന്തകളാണ് വിദ്വാൻമാരുടെ മഹിമ. അങ്ങനെ ചിന്തിക്കണവരെ വിദ്വാൻമാരാവുള്ളൂ. അല്ലാത്തവരൊക്കെ എന്താ ഉണ്ടാവുള്ളൂ? ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു, ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു, ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പൊതുവെ ലോകത്തിലെ ആളുകൾ കഴിച്ചു കൂട്ടി പോണതല്ലേ? ഉണ്ണ് ഉറങ്ങുക, പിന്നെ കുറേ ഇങ്ങനെ സന്തോഷമാവുക. ഇപ്പോൾ പിന്നെ പുതിയ മറ്റേ സാധനം കൂടി ഉള്ളതുകൊണ്ട് നേരം പോയി കിട്ടും. എന്ത് വിരലൊക്കെ പലരുടെയും തേഞ്ഞ് പോയേക്കണോ? വിരലോ തോണ്ടിയിട്ടേ ഇങ്ങനെ അതിപ്പോൾ പണ്ടത്തെ മാതിരി വിരലൊക്കെ കണ്ടില്ലേ? എന്തോ ചോദിച്ചു. അപ്പം അതുകൊണ്ട് എന്താ എപ്പോഴാണ് ഉണ്ടാവണമെന്നൊന്നും അറിയില്ല. പല്ല് തേക്കിയാൽ പോലും നമ്മൾ മറന്നു പോയിട്ടുണ്ട്. എന്താ വൈകുന്നേരം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ഇങ്ങനെ എന്താ വേണ്ടോ നിശ്ചയില്ലാതെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോവുക. അങ്ങനെ പോയാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ ഒരാൾക്കും സാധിക്കില്ല. അപ്പം അങ്ങനെ പോണതല്ല വഴി. നമ്മൾ നമ്മുടെ വഴി തീരുമാനിച്ച് മനസ്സിലാക്കി എങ്ങടാ പോകേണ്ടത്, എങ്ങനെയാ പോകേണ്ടത് എന്നൊരു രൂപം ഉണ്ടാക്കി വെച്ച് പോണവരെ ജീവിതത്തിൽ എവിടെ എത്താറുള്ളൂ? ജീവിത വിജയത്തിലെത്തി നന്മയിലേക്ക് പോകുള്ളൂ. അത്തരക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? മഹാത്മാക്കളെന്ന് പറയുക. അങ്ങനെ അപൂർവേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാത്തതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ട് കഴിച്ചു കൂട്ടിപ്പോകും. വെറുതെ എന്തായാലും അങ്ങനെ ജീവിച്ചിട്ട് കാര്യം. ഇങ്ങനെ കുറച്ച് കാലേ ജീവിതം ഉണ്ടാവുള്ളൂ. എത്ര കാലം ജീവിച്ചിരിക്കും നമുക്കറിയുമോ? നമ്മൾ എത്ര കാലം ഉണ്ടാവുക എന്നറിയുമോ? അറിയണവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, കേൾക്കട്ടെ എത്ര കാലം ഉണ്ടാവുമെന്ന്. നമ്മൾക്ക് എല്ലാം നമുക്ക് സത്യമായിട്ട് ഇന്നതെന്നൊക്കെ സയൻസ് നോക്കി പറയാം. പക്ഷെ ഒരു കാര്യം മാത്രം എന്ത് പറ്റില്ല, പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുക എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒന്ന് പറയാം. എന്ത് പറയാം? ജനിച്ചാൽ അപ്പം നമുക്ക് എന്ത് പറയാം? ജനിച്ചാൽ മരിക്കുന്ന ഇതൊന്നും ജനിച്ച വീട്ടിൽ പോയി പറയാൻ നിൽക്കാൻ കിട്ടുമോ?
തല്ലും കൊള്ളും അവിടെ തന്നെ നമ്മൾ മരിക്കും. എന്താ കാരണം? ഇവർ നമ്മളെ തല്ലി കൊല്ലും. അപ്പം ജനിച്ചാൽ നമുക്ക് തീരുമാനം എന്തേ ഉള്ളൂ? ഇത് മരിക്കും എന്നുള്ള കാര്യമേ തീരുമാനമുള്ളൂ. എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നാണോ നാളെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അനിശ്ചിതത്വമുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ എന്നിട്ട് പിന്നെ അവർക്ക് നിലവിളിക്കാൻ അങ്ങനെ സ്വർണത്തിൻ്റെ 10 പവൻ്റെ മാല വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പോയതാണ്. എന്നിട്ട് അതുണ്ടായില്ലോ. അത് വാങ്ങി തന്നിട്ട് മതിയായിരുന്നില്ലേ ഗുരുവായൂരപ്പാ ദുഷ്ടാന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ കരയുന്നത്. അപ്പം അതൊക്കെ പറയാന്നല്ലാതെ കണ്ട് പറഞ്ഞ മാതിരി ഒന്നും പരിപാലിക്കാൻ വേണ്ടതൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊന്നും നമ്മുടെ പിടിയിലും കയ്യിലും പിടുത്തത്തിലും കിടക്കുന്ന സാധനമൊന്നും അല്ല. എപ്പോഴാ എന്താ എവിടെ എങ്ങനെയുണ്ടാവുക നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ കളര് കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം വത കളയരുതാരും മരണം വരുമതു എന്നു നിനച്ചിഹ കലയുക കാലം നാരായണ ജയ. മുത്തശ്ശിമാരോട് ചോദിച്ചോളൂ, അവർ പറഞ്ഞു തരുന്നുണ്ട്. കേട്ടിട്ടില്ലേ ഈ വരികളൊക്കെ? കേട്ടിട്ടില്ലേ? അതാണ് ഒരു വകതിരിവും ഇല്ലാണ്ട് വെറുതെ കഴിച്ചു കൂട്ടരുത്. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും മരണം വരുവതും. അല്ലേ, മരണം വരുമെന്ന് വിചാരിച്ച അയ്യോ അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ട് വെച്ചാലേ നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ നേരെയാവും. നാളെ ഇങ്ങോട്ട്, നാളെ വേണ്ട, നാളെ ആയിക്കോട്ടെ അല്ലേ, ഇന്നിപ്പോൾ ഞായറാഴ്ച തിരക്കാവും. നാളെ മരിക്കും എന്ന് വിചാരിച്ചു നോക്കൂ. നമ്മളിന്ന് എന്തൊക്കെ കാര്യം നേരെ ചെയ്തു കൂട്ടും. എത്ര വേഗം വേഗം കാര്യങ്ങൾ ചെയ്യും. അപ്പം നാളെ മരിക്കുന്നുണ്ട് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ കുറേ കാര്യങ്ങൾ നേരെയാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന് മരിക്കില്ല, നീ നാളെ മരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ നമ്മൾ കുറേ കാലം അങ്ങോട്ട് ജീവിക്കുകയും ചെയ്യും. വേണ്ടതൊക്കെ വേണ്ട മാതിരി ഇത് പിന്നെ വിചാരിച്ച് ശീലായ പിന്നെ ഒന്നും ചെയ്യൂല കേട്ടോ. അതുണ്ട് തന്നെ എന്തും വിചാരിച്ച് ശീലായ പിന്നെ ഒന്നും ചെയ്യില്ല. അല്ല, ആ ഒരു ബോധം നാളെ മരിക്കുകയായി എന്നുള്ളൊരു ബോധമുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളും വേണ്ട മാതിരി ചെയ്യില്ലേ. നമ്മളൊക്കെ നാളേക്ക് വെക്കേണ്ട എന്തുകൊണ്ടാ കാര്യം എന്നറിയാം. നമുക്കറിയാം കുറേ കാലം ഇനിയും ഇവിടെ നാട്ടുകാരെ ഉപദ്രവിക്കാൻ നമ്മളിവിടെ ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ നീട്ടി അങ്ങനെ വെക്കും. അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് പറയേണ്ടത് എന്താ എപ്പോഴാണെന്നൊന്നും നിശ്ചയില്ല. അപ്പം ആ ഒരു വലിയ ദുരിതം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് കണ്ടത് ആയാൽ പിന്നെ എന്തായാലും എന്താ ഇല്ലേ. വണ്ടി വരണതിൻ്റെ മുമ്പ് ടിക്കറ്റ് തരാക്കി കയ്യിൽ വെച്ചാൽ വണ്ടി വന്നാൽ പിന്നെ എന്താ വേണ്ടു? നമ്മൾ നിറയെ വരി ഇങ്ങനെ നിൽക്കുക തീവണ്ടി ഓഫീസിലേ ടിക്കറ്റ് വാങ്ങാൻ. തീവണ്ടി വരികയായി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളാച്ചാൽ അങ്ങനെ 60-ാമനായിട്ട് നിൽക്കുക. എത്രാമൻ? 60-ാമൻ. വണ്ടി ഇങ്ങനെ വരികയായി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടാവും? ഇതൊരു വേവലാതിയാണ് നിൽക്കണയാളുടെ. എന്നാൽ ടിക്കറ്റൊക്കെ നേരാവണ്ണം വാങ്ങിയിട്ട് ആ വണ്ടി വരണം നോക്കി ഇങ്ങനെ നിൽക്കണമെന്ന് എന്തേ ഉള്ളൂ? ഒന്നുമില്ല. ഞാൻ വണ്ടി വന്നാൽ ഒരു പരിഭ്രമമില്ലാതെ കയറി പോവുക. അപ്പം അതുകൊണ്ട് നേടേണ്ടത് നേടിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ എന്നാണ്. യോവാ ഗാർഗ്യസ്മാൻ ലോകാൽ. മനസ്സിലായില്ലേ? ഈ അറിയേണ്ടത് അറിയാതെ ഈ ലോകത്തുനിന്ന് ഗാർഗി ആരാണോ പോണത് ആ പോണ ആളെ കുറിച്ച് പറയും സകൃപണ എന്ന് പറയും. ഓ പാവ കഷ്ടായിപ്പോയി. കൃപണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അയ്യോ വെറുതെ നേടേണ്ടത് നേടാതെ പോയാൽ കഷ്ടായി. അപ്പോൾ നേടേണ്ടത് നേടി പോകണം. അപ്പം നേടേണ്ടത് എന്താണ്? ആ ഈശ്വരീയമായ മഹിമ നേടിയിട്ട് അറിയേണ്ടതറിഞ്ഞ് ആ മഹിമയിലേക്ക് ചെന്ന് ഭഗവത്പദം ചെന്ന് ചേർന്നാൽ പിന്നെ രണ്ടാമത് ജന്മമില്ല എന്നാണ്. ഇങ്ങനെ ജനിക്കുക മരിക്കുക എത്ര കാലമായിട്ട് നമ്മൾ ജനിച്ചു മരിച്ചു, എത്ര കാലമായിട്ട് ജനിച്ചു മരിച്ചു പോയിരുന്നു. അപ്പം നമുക്കിതൊക്കെ തോന്നും ഞാൻ അപ്പോൾ അത് ആദ്യത്തെ ജന്മം എന്നൊക്കെ തോന്നും. ഓർമ്മയില്ല. ആയതുകൊണ്ടാണ്. മുമ്പ് ജനിച്ചതിനെ കുറിച്ച് നമുക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ഓർമ്മയൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എണീറ്റ് ഓടും. എന്താ കാരണം? പരിഭ്രമിച്ചിട്ടേ ഓർമ്മയുടെ കുറവാണ്. ഇപ്പം നമ്മൾ രാവിലെ എന്താ കാപ്പി പലഹാരം കഴിക്കുമ്പോൾ കഴിച്ചത്? എന്ത് പലഹാരം കഴിച്ചത്? ഇഡ്ഡലിയോ ദോശയോ? ഇതൊരു സംശയം. എൻ്റെ ഇഡ്ഡലി ഇന്നലെ അറിഞ്ഞില്ല. ഇന്ന് രാവിലത്തെ കഴിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രയ്ക്ക് വിവരമാണ് നമുക്ക്. എന്നിട്ടാ പൂർവ്വജന്മം തപ്പി തെരഞ്ഞു പോണത്. രാവിലെ കഴിച്ചാൽ നമ്മൾ എന്ത് മറന്നാലും എന്ത് മറക്കാൻ വഴിയില്ല. അതൊരു ഓർമ്മയിലിരിക്കുന്ന സാധനം. അതുപോലും ഇത്രയാണ് ഓർമ്മ കിടക്കണേ വെച്ചാൽ പിന്നെ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മയെക്കുറിച്ചൊക്കെ ചോദിച്ച് വെറുതെ ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാവേണ്ട വല്ല കാര്യമുണ്ട്. അതാ പറയുന്നത്. അപ്പം എത്രയോ ജന്മം അങ്ങനെ ജനിച്ചും മരിച്ച് അവിടെ എത്തിയത്. അപ്പം അതുകൊണ്ട് ഇനി ഈ ജന്മസംസാരത്തിൽ പെട്ട് കഴിയാതെ ഭഗവത് പദം ചെന്ന് മുക്തി പ്രാപിച്ച ആ പരമമായ ഭാവത്തിലേക്ക് പരമാനന്ദാനുഭൂതിയിൽ എത്തണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന, അതിനുള്ള വഴിയാണ് അന്വേഷിക്കേണ്ടത്. ആ വഴിയാണ് ഭാഗവത
ഭാഗവതം നമുക്ക് വളരെ സൗകര്യമായ രീതിയിൽ പറഞ്ഞു തരുന്നത്. ഇപ്പം ശാസ്ത്രങ്ങൾ പലതും ഉണ്ടെങ്കിലും ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഭാഗവതം ഏത് നിശ്ചയില്ലാത്തവനും പറ്റും, എത്ര വിദ്വാനായവനും ഏതിൻ്റെ വഴി സൗകര്യമാണ്. ഭാഗവതമാണ് ഒരു വലിയ വഴിയാണ്. ഈ പലതരം ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എല്ലാവർക്കും പറ്റില്ല. എല്ലാ റോഡും ഒരുപോലെ അല്ലല്ലോ, ആണോ? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ റോഡുകളുണ്ട്. ആ റോഡിൽ കൂടി എന്തേ പോകുള്ളൂ, ഓട്ടോറിക്ഷ പോവും, മോട്ടോർ സൈക്കിൾ പോവും, കാറും പോവും. അതിനേക്കാളും വലിയ സംഗതി വന്നാൽ ഞെരുക്കാണ് പോവാൻ, വലിയ വിഷമാണ്. ശരിയല്ലേ? ഇത് വകുച്ചില്ല. അപ്പം അതുകൊണ്ട് ആളുകൾ ആ വഴി വലിയ വണ്ടിയൊന്നായിട്ട് വരില്ല. അപ്പം അത് ചെറിയ ഇടവഴി ആയതുകൊണ്ട് പറ്റില്ല. നമ്മുടെ വലിയ നാഷണൽ ഹൈവേ റോഡില്ലേ, അതിൻ്റെ മുകളിൽ കൂടി കാറും ലോറിയും എല്ലാം ഒന്നിച്ച് പോവും. അങ്ങനെ കാറിനും ചെറിയ വണ്ടിക്കും വലിയ വണ്ടിക്കും അതിലും വലിയ വണ്ടിക്കും ഏറ്റവും വലിയ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഒരുപോലെ പോവാവുന്ന വഴിയാണ് ഏത് വഴി? ദേശീയപാത. ശരിയല്ലേ? ആ ദേശീയപാത പോലെയുള്ളൊരു മാർഗമാണ് ഏത്? ഭാഗവതം. അതിലൊന്നും നിശ്ചയില്ലാത്തവനും എല്ലാം നിശ്ചയുള്ളവനും ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടമുണ്ട് കുറച്ച് ഇഷ്ടമില്ല എന്നുള്ള മറ്റുള്ളവർക്കും ഒക്കെ എന്ത് പറ്റും? അതുകൊണ്ടാണ് ഈ വഴി സാർവജനീനമായ മാർഗമാണ് എന്ന് പറയുന്നത്. ഇതിന് പകരം ഉപനിഷത്തോ ബ്രഹ്മസൂത്രമൊക്കെ വായിച്ച് അർത്ഥം പറഞ്ഞാലും മതി, പോരായൊന്നുമില്ല. പക്ഷെ ബുദ്ധിമുട്ട് എന്താ ചോദിച്ചാൽ, പിന്നെ ആൾക്കാർ കണ്ടാലല്ല കൂട്ടിമുട്ടിയാൽ പോലും മിണ്ടില്ല. എന്താ വിരോധമായി പോകും. ചിലപ്പോൾ ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞൊന്നും വലിയ ആളല്ലേ മറ്റേതൊന്നും. എന്താ കാരണം? ഒന്നും മനസ്സിലാവില്ലേ. നമുക്ക് ഒന്നും മനസ്സിലാവാണ്ടാവുന്ന ദേഷ്യം വരില്ലേ? ഒന്നും മനസ്സിലാവില്ല, പുറന്നേരെ പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കാകെ തല പെരുക്കില്ലേ. അപ്പം അങ്ങനത്തെ വഴികളല്ല ഇത് എല്ലാവർക്കും. അതുകൊണ്ടാണ് പറയും വലിയ പണ്ഡിതന്മാർക്കുണ്ട്, ഒട്ടും നിശ്ചയില്ലാത്തവരും ഒരു ദിവസം ഒരു ഭാഗവതം കേട്ടാൽ എന്താവും? നല്ല വിവരം ഉണ്ടാവും. എല്ലാ നിശ്ചയുള്ള ആളാണെങ്കിലും മഹാകേമാവും. കാരണം എന്താണെന്ന് പറയും, പണ്ട് പറയും വിദ്യാവതാം ഭാഗവതേ പരീക്ഷ എന്ന് പറയും. വിദ്യാവതാം എന്ന് പറഞ്ഞാൽ വിദ്യാവാന്മാർക്ക്, വലിയ വിദ്വാൻമാർക്ക്, പണ്ഡിതന്മാർക്ക് ഭാഗവതേ പരീക്ഷ. ഒരാൾ പണ്ഡിതനാണോ എന്ന് മനസ്സിലാക്കി എന്തിൻ്റെ മുകളിലാണെന്നറിയോ? ഭാഗവതം കൊണ്ട് വേണം വിദ്വത്വം അറിയാൻ. കേട്ടാ അറിയാം വിവരമുള്ള ആളാണോ അല്ലേ എന്നൊക്കെ കേട്ടു. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഇതിൽ പ്രയോഗമുണ്ട്. ഇതാണ് കഥ. അപ്പം അങ്ങനെ ഇരിക്കണേ ഈ ഭാഗവതത്തെ നമ്മൾ നാളെ ഇനി മുതൽ ഞങ്ങളുടെ 6-7 ദിവസമായിട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കും. ആ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് എന്താ ചോദിച്ചാൽ, ഈ പഴയ കാലത്തൊക്കെ ശാസ്ത്രാർത്ഥങ്ങൾ പറയുക, കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നതിന് ഒരു ശൈലി, ഒരു സമ്പ്രദായമുണ്ട്. ഒരു ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ഇതൊക്കെ പതിവ്. ഒരു വിദ്വാനായ ഗുരുനാഥൻ ആൾക്ക് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് യോഗ്യന്മാരായ ശിഷ്യന്മാർക്ക് ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുക. അവരത് കേൾക്കുക, മനസ്സിലാക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക, നിവർത്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല വഴിക്ക് ജീവിച്ചു പോകുക. അങ്ങനെ ജീവിതം എന്താവും? സാർത്ഥകമായിട്ട് അങ്ങോട്ട് പോകും. സജ്ജനങ്ങളെ, ധാരാളം പണം ഉണ്ടായതുകൊണ്ട് ജീവിതം സന്തോഷമാവുമോ? ആവോ ഇല്ലേ? ഇത് പറയാനൊരു മടി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ അല്ല. അത്ര വിസ്തരിച്ച് ഉപന്യസിക്കൊന്നും വേണ്ട, ഇല്ല, അത്രേ വേണ്ടു. പണം ധാരാളം ഉണ്ടായതുകൊണ്ട് ജീവിതത്തിൽ സുഖം ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഇല്ലേ വലിയ പണക്കാരൊക്കെ കണ്ടിട്ടില്ലേ ഓരോ വടാവൃത്തിക്കൊക്കെ പോണത് സുഖമില്ല എന്നും പറഞ്ഞിട്ട്. പണം ഉണ്ടായതുകൊണ്ട് സുഖം, വലിയ പേരുണ്ടായ സുഖം ഉണ്ടാവുമോ? അതും കണ്ടിട്ടില്ല. ഇപ്പം എന്തുണ്ടായിട്ടാ ഇതൊന്നും ഉണ്ടായിട്ട് സുഖം? പേരുണ്ടായിട്ടും പെരുമയുണ്ടായിട്ടും ധനം ഉണ്ടായിട്ടും സൗന്ദര്യം ഉണ്ടായിട്ട് സുഖം ഉണ്ടാവുന്നുണ്ടോ? ഒന്നും അതും ഇല്ല. എത്ര സുന്ദരന്മാരുടെ ഒരു വകതിരിവില്ലാണ്ട് നടക്കണം. സുന്ദരിമാരെ കണ്ടിട്ടില്ലേ? ഒക്കെ ഉണ്ട്. അപ്പം ആ സൗന്ദര്യം കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവുന്നില്ല? അത് കാരണം നമുക്ക് സുഖമൊന്നും ഉണ്ടാവണില്ല. പിന്നെ എന്ത് കാരണം സുഖം ഉണ്ടാവുക? അതിനൊരു കാരണമേ ഇല്ല. ആര് കാരണമേ ഉണ്ടാവുള്ളൂ? ഭഗവാൻ കാരണമേ എന്തുണ്ടാവുള്ളൂ? അപ്പം അമ്പലത്തിലേക്കൊക്കെ നമ്മൾ വന്ന് കഷ്ടത്തിലായി വിഷമിച്ച് നരകിച്ച് ബുദ്ധിമുട്ടി ക്ലേശിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ തൊഴാൻ വരില്ലേ? തൊഴാൻ അങ്ങോട്ട് വന്നാൽ പടിയൊക്കെ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ നിലവിളിക്കണം, ആർത്ത് വിളിക്കണമെന്നാണ് സംശയം. എന്താ അത്രയ്ക്ക് തന്നെ ഉണ്ട് ഉള്ളിൽ. എന്നിട്ട് നമ്മൾ നടക്കേക്ക് അങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും? ഭഗവാന്റെ മുമ്പിൽ, ഭഗവതിയുടെ മുമ്പിൽ, അമ്മേ ഭഗവതി, മഹാമായേ, ഭഗവാനെ, നാരായണ, ശംഭോ, മഹാദേവ എന്നൊക്കെ പറഞ്ഞ് ആ ഉള്ളിലത്തെ വേവലാതിക്കെട്ട് അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് തൊഴുതങ്ങോട്ട് നമസ്കരിക്കും. കുറച്ച് നേരം അവിടെ നിൽക്കും. അത് ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും മഴ പെയ്ത മാതിരിയാണ് ഇല്ലേ? മഴ അങ്ങോട്ട് പെയ്ത അങ്ങോട്ട് ചോർന്നാലുണ്ടാവില്ല, അന്തരീക്ഷത്തിനൊരു തെളിച്ചം, ഒരാശ്വാസം. കുറച്ചു നേരം ആ വാൽമാടത്തിൽ അവിടെ ഇരുന്നു തലയൊക്കെ ഒന്ന് നേരെ അയ്യാൽ മുണ്ടൊക്കെ ഒന്ന് നേരെ എടുത്ത് തിരിച്ചു പോരാൻ. ഇതിപ്പോൾ എവിടെ പോയാലും നേരിയൊക്കെ ഉള്ളൂ. അപ്പം ഇത് കാരണം നമുക്കൊരാശ്വാസം, ഒരു ശാന്തതയും ആ വലിയ ഭാരം ഒഴിഞ്ഞത് എങ്ങനെയാണ്?
വലിയൊരു അത്താണിയിലെ നമ്മൾ കൊണ്ടുപോയി. അത്താണി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ബസ് സ്റ്റോപ്പ് അല്ലേ? അത്താണി ബസ് സ്റ്റോപ്പ് അല്ലേ? അത്താണിക്കല ബസ് സ്റ്റോപ്പ് അല്ലേ? അതെ, അത്താണിക്കലെ ബസ് സ്റ്റോപ്പ്. അത്താണിക്കലെ വളവൊക്കെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അത്താണി പറഞ്ഞൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പുത്തനത്താണി നേട്ടിട്ടില്ലേ? രണ്ടത്താണി. എല്ലാ നാട്ടിലും ഉണ്ട് ഈ അത്താണി എന്ന് പറഞ്ഞ. അത്താണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? പണ്ട് ഈ ചുമടയേറ്റിന അന്നൊന്നും കാറ്, ലോറി, ജീപ്പ് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ വഴിയില്ല. ചുമടയേറ്റിട്ടാണ് കൊണ്ടുപോകുക. തലയിലൊക്കെ കണ്ടറിയോ? വയസ്സായ ആൾക്കാർക്ക് പെൻഷനുണ്ടാവും, വലിയമ്മമാർക്ക്, കാരണന്മാർക്ക് തലയിൽ ഇങ്ങനെ ചുമടയേറ്റി ഇങ്ങനെ കൊണ്ടുപോകും. കുറേ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അന്നൊന്നും നാട്ടിൽ ആൾക്കാർ കുറവാണേ. ഇന്നത്തെ മാതിരി ആളൊന്നും ധാരാളമില്ലല്ലോ, കുറേശ്ശെ ആൾക്കാരല്ലല്ലോ. അപ്പം അതുകൊണ്ട് നടന്ന് പോകുമ്പോൾ ഈ സാധനം നിലത്തിറക്കി വെച്ചാൽ പിന്നെ ഏറ്റി പിടിച്ച് തലയ്ക്ക് കയറ്റാൻ ആളെ കിട്ടില്ല. നല്ല ഭാരമുള്ള ചുമടാണേ. അപ്പം അത്ര കഷ്ടത്തിലായിട്ടോ കൊണ്ടുപോയി. കഴുത്തൊക്കെ വേവിക്കുന്നുണ്ടാവും, അവർക്ക് ദാഹവും ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് ഈ ഭാരം ഇറക്കി വയ്ക്കാൻ പഴയ കാലത്ത് കുറച്ചൊക്കെ പ്രാപ്തിയും പണമൊക്കെ ഉള്ള കുടുംബക്കാരെന്ത് ചെയ്യും? വലിയ കരിങ്കല്ലുണ്ട്. കരിങ്കല്ലിൻ്റെ എത്ര വീതി, 4 അടി വീതി, ഒരു 8 അടി നീളമൊക്കെ ഉള്ള ഒരു പാത്തി, വലിയ പാത്തി. ഇങ്ങനെ 2 തൂണിൻ്റെ മുകളിൽ, തൂണല്ല 2 വലിയ കല്ലിൻ്റെ മുകളിൽ അവിടെ സ്ഥാപിക്കും. അപ്പോൾ അവർക്ക് ഈ ചുമട് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇറക്കി അവിടെ വയ്ക്കുക. കാരണം അവിടെ ഇരിക്കാനും ഉണ്ടാവും ഒരു സൗകര്യം. ആ അത്താണിയുടെ അടുത്തൊക്കെ തന്നെ ചിലപ്പോൾ തണ്ണീർ പന്തലും ഉണ്ടാവും. എന്താ പേര്? അതും ബസ് സ്റ്റോപ്പാപ്പല്ലേ? തണ്ണീർ പന്തൽ ബസ് സ്റ്റോപ്പില്ലേ? അത് ബസ് സ്റ്റോപ്പൊന്നും അല്ല. പണ്ട് തണ്ണീർ പന്തല പറഞ്ഞാൽ എന്താ വെച്ചോ, ഈ വലിയ പ്രഭു കുടുംബങ്ങളൊക്കെ ആളുകൾ വഴി നടന്നു പോണവർക്ക് എന്തായാലും ചൂടില്ലല്ലേ? എല്ലാവരുടെയും വായയിൽ ഫാൻ പിടിപ്പിച്ച പാമ്പ് ഊതുന്ന മാതിരി. അപ്പോൾ ഇല്ലേ ചൂടെന്ത് ജാതിയാ? ശരിയല്ലേ അത്? അപ്പോൾ ഇങ്ങനത്തെ ചുട്ട കാലത്തൊക്കെ ഇന്നൊക്കെ പല സൗകര്യങ്ങളും ഉണ്ട്. അന്നൊന്നും ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഇവിടുന്ന് നടന്നാൽ കുറേ ദൂരെ ചെന്നാൽ ഒരു വീടൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കണമെങ്കിൽ അതിനെ കയറി കുറേ വിളിക്കുക. അന്നൊന്നും റോഡിൻ്റെ വക്കത്തൊന്നും വീടുണ്ടാക്കില്ല. റോഡിൻ്റെ വക്കത്ത് ഭൂമി ഉണ്ട് വെച്ചാലും അവിടെ നിന്ന് കുറേ ഉള്ളിക്കാൻ എന്ത് പണിയുക? വീട് പണിയുക. റോഡിൻ്റെ വക്കത്ത് എത്തിയാൽ കൊട്ടാമ്പടിയും കടന്ന് നോക്കുമ്പോൾ പിന്നെ പടിപ്പരയ്ക്ക് പിന്നെയും നടക്കണം 1/2 കിലോമീറ്റർ. എന്നിട്ട് അവിടുന്ന് പിന്നെയും നടന്നാലേ എവിടെ എത്തുള്ളൂ? പണ്ടൊക്കെ എങ്ങനെയല്ലേ പതിവ്? ഇപ്പോഴല്ലേ നമ്മൾ റോഡിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് തിരുമ്പണ കല്ലൊക്കെ വെച്ച് കൊടുക്കണത്. റോഡിൻ്റെ നടക്കന്നിട്ട് മുക്കി തിരുമ്പിയാൽ തിരക്കറില്ല എന്നൊക്കെ. പിന്നെ അവർ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ നടുക്കേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ശരിയല്ലേ ഇത്? അന്നൊന്നും അങ്ങനെയില്ല. അന്നൊക്കെ വളരെ ദൂരെ. അപ്പം അതുകൊണ്ട് ഇത്ര വെള്ളം ചോദിക്കണമെങ്കിൽ എത്ര നടന്ന് ബുദ്ധിമുട്ടണം. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട് സൽക്കർമ്മമായിട്ട് അന്ന് സജ്ജനങ്ങൾ ചെയ്യണ പണിയാണിത്. തണ്ണീർ പന്തൽ, സംഭാരോ വല്ല ചുക്കുകളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി ആളുകൾക്ക് ഇങ്ങനെ നല്ലോണം കൊടുക്കും. അപ്പോൾ അത് ആളുകൾ കഴിക്കാവും, സന്തോഷമായി. അപ്പോൾ അങ്ങനെ പുണ്യമാണ്, വലിയ പുണ്യാന്നൊക്കെ, വലിയ പുണ്യമുള്ള കാരണം. നമ്മൾ വിചാരിക്കും നിസ്സാരാണെന്ന്. നിസ്സാരമൊന്നുമില്ല. കലശലായിട്ട് ദാഹിക്കുന്ന ആള് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിച്ചാൽ അദ്ദേഹത്തിനുള്ളൊരു അനുഗ്രഹം അറിയേണ്ട ഒരു കൊടുത്തോൻ്റെ തലയിലേക്ക്. ശരിയല്ലേ ഇത്? അറിയേണ്ട ഏത് ദുഷ്ടനാണെങ്കിൽ ജയിൽ പുള്ളിയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഹാവു എന്ന് പറയില്ലേ? അതന്നെയാണ് അനുഗ്രഹം. ആ ഹാവു എന്ന് പറയേണ്ട പോവില്ലേ വെച്ചാൽ അതൊരു ആശ്വാസമാണ്. അപ്പം ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. അപ്പം ഈ ഭാരം ഇറക്കി വെക്കാനുള്ള സ്ഥലത്തിൻ്റെ പേരാണ് അത്താണി. അപ്പം നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി ഉണ്ട്. അത് ഏതാണെന്നറിയോ? ഏതാണ്? നമ്മൾക്ക് അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കുക. വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. വല്ലവരുടെയും മുമ്പിൽ ഇറക്കി വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് പിന്നെ നമ്മൾ മാതൃഭൂമിയിൽ മനോരമയിലൊന്നും കൊടുക്കണ്ട. നാട്ടുകാർ മുഴുവനും അറിഞ്ഞിട്ടുണ്ടാവും. പിറ്റേന്നാൾ വാർത്താ വരമ്പത്ത് കൂടി പോകുമ്പോൾ മുട്ടില്ലാണ്ട പോണ മാതിരി തോന്നലുണ്ടാവും. നമുക്ക് എന്താ കാരണം? നമ്മൾ 3-4 കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഒരു തോന്നൽ അങ്ങനെയാണ്. ഒരു വളരെ നാണക്കേടായ മാതിരി തോന്നും. ഇതൊക്കെ നാട്ടിലെല്ലാവരും വലിയ വിഷമല്ലേ ഇത്? അപ്പം നമ്മൾക്ക് ഇപ്പം ഉള്ളതിനേക്കാളും 100 ഇരട്ടി എന്ത് കൂടി? വിഷമം കൂടി. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? അകത്തെ ഭാരമൊക്കെ കൊണ്ടുപോയി ഇറക്കി വെക്കാൻ പറ്റിയ നല്ലൊരു അത്താണി ഉണ്ട്. അത്താണി ഏതാണെന്നറിയോ? ഏതാണ്? ആരും ഉണ്ടാക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ അവിടെ വെച്ചങ്ങോട്ട് തൊഴുതു നോക്കൂ. ഭഗവതിയുടെ പാദത്തിൽ വെച്ചങ്ങോട്ട് തൊഴുതു നോക്കൂ. അതോടെ എന്തൊഴിയും? ഭാരം ഒഴിയും. നമ്മൾ ഭൂമിയിൽ ജീവിക്കണ കാലം കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ ഇല്ലേ? ഒരു 10, 100, 125 കൊല്ലം നീ കൂട്ടണം. ചിലർക്കൊക്കെ ഇനിയും കൂട്ടിയാൽ തക്കടില്ലായിരുന്നു. അതൊക്കെ മതി, പോരെ. 125 നിർത്തുക. അത്രയ്ക്കല്ലേ നമ്മൾ ജീവിക്കുള്ളൂ. ഒരു 10, 100 കൊല്ലം ജീവിച്ചു എന്ന് കൂട്ട്. ആ 10, 100 കൊല്ലം നമ്മളിങ്ങനെ ദണ്ണായിട്ട്, വേവലാതിയായിട്ട്, വിഷമായിട്ട്, വേദനയായിട്ട്, സങ്കടമായിട്ട് ഇങ്ങനെ ജീവിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? പല കാര്യമുണ്ടോ? 100 കൊല്ലം നമ്മൾ മതിയേക്കള മുമ്പിൽ എന്താ തോന്നില്ലേ? ജീവിക്കേണ്ട തോന്നിയപ്പോൾ. അപ്പം നമ്മൾ കുറെ കാലം ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിക്കാനാ മോഹം? ജീവിക്കാൻ മോഹമില്ലാത്തവർ വല്ലവരും ഉണ്ടോ?
ഇവിടെ നിന്ന് കാണാനാ. അതെന്തായാലും ഉണ്ടാവില്ല. മനുഷ്യന്മാരല്ല, ഏത് ജീവജാലങ്ങളുടെ കൂടുതലും സന്തോഷമാവണം വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിച്ചങ്ങോട്ട് തീർക്കുക. എങ്ങനെയായാലും നമ്മൾ കരഞ്ഞാലും ചിരിച്ചാലും കാലം പോവും. കരഞ്ഞാലും ചിരിച്ചാലും കാലം പോവും. കരഞ്ഞതുകൊണ്ട് കാലം അവിടെ നിൽക്കുക, പിന്നെ കരഞ്ഞു കഴിഞ്ഞിട്ട് പോവാ കാലം ഇല്ല. കരഞ്ഞാലും 8 മണിക്ക് കരയാൻ തുടങ്ങി 12 മണിയാവും, മണി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കരയിൽ നിർത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ശരി, കാലം പോകണുണ്ട. ചിരിച്ചാലും കാലം പോവും. കരഞ്ഞാലും പോവും. ദേഷ്യപ്പെട്ടാലോ അപ്പോഴും പോവും. എങ്ങനെയായാലും പോവും. അപ്പം പിന്നെ ഇതെങ്ങനെ പോക്കുക നല്ലത്? ഏത് പോക്കാൻ പല വഴിയുണ്ട്. കരഞ്ഞിട്ട് പോക്കാം, ചിരിച്ചിട്ട് പോക്കാം, ദേഷ്യപ്പെട്ട് പോക്കാം, അടി കൂടി പോക്കാം, തല്ലുകൂടി പോക്കാം, പല ജാതി വഴിയുണ്ട്. ഏത് വഴിയാണ് നല്ലത്? ചിരിച്ച് സന്തോഷിച്ചുള്ള കാലം നല്ലോണം അല്ലേ. ഒരു 10 ദിവസമേ ജീവിച്ചുള്ളൂ, എന്നാലും വലിയ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല യോഗ്യന്മാരാവും. ആളുകളെയൊക്കെ വലിയ സന്തോഷമായിട്ട് ആളുകൾക്കൊക്കെ നന്മയൊക്കെ ആയിട്ട് ജീവിച്ചാൽ കുറച്ചല്ലേ ജീവിച്ചാൽ ഉണ്ടാവുള്ളൂ. 10-20 കൊല്ലേ ജീവിച്ചുള്ളൂ. വെച്ചാലും ആളുകളെല്ലാവരും എന്താ പറയുക, ആ കുട്ടി അങ്ങനെ പറയില്ലേ? എന്താ കാരണം? നമ്മളൊക്കെ 100 കൊല്ലം ജീവിച്ചാൽ ആൾക്കാരെ കഴിഞ്ഞാൽ എന്താ പറയുക, ഗുരുവായൂരപ്പാ എന്താ പോയി കിട്ടിയില്ല ഒന്നില്ലേ. എന്താ കാരണം? അത്രയ്ക്ക് ഉപദ്രവമുണ്ടേ. ആലോചിച്ചു. അപ്പോൾ സജ്ജനങ്ങളായ ആളുകൾ അനവധി കാലമൊന്നും ഇരുന്നില്ല. ചിലം കുറച്ച് ദിവസമേ ഇരുന്നുള്ളൂ. ചിലം അവരുടെ ആ ഒരു മുല്ലപ്പൂവ് വൈകുന്നേരം വിരിഞ്ഞ എത്ര നേരം ഇരിക്കും? ആരെപ്പം അതൊക്കെ നോക്കാൻ പോകണം? ഇവിടെ അവനവൻ്റെ കുടുംബത്തെ കാര്യം നോക്കാൻ നേരം മുല്ലപ്പൂ വിരിഞ്ഞ കാര്യം എത്ര. മുല്ലപ്പൂ വൈകുന്നേരമല്ലേ വിരിയുക? സന്ധ്യ കഴിഞ്ഞാലേ അത് വിരിയുള്ളൂ. അത് വിരിഞ്ഞാൽ എത്ര നേരം നിൽക്കും? അത് വിളിച്ചപ്പോഴേക്ക് അതിൻ്റെ മരത്തിൻ്റെ ചോട്ടിക്ക് വീണ്, വള്ളിയുടെ ചോട്ടിക്ക് വീണോയില്ലേ. പക്ഷേ എന്തല്ല ഒരു 12 മണിക്കൂർ അങ്ങോട്ട് 6 മണിക്ക് വിരിഞ്ഞ് വിളിച്ചാൽ 6 മണിക്ക് വീണു നോട്ടിക്കോളൂ. എത്ര നമുക്കറിയാം. നമ്മൾ പരവാച്ച് വെച്ചതൊക്കെ നോക്കിയത് ഏതാണ്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിരിയും വെളിച്ചാമ്പളിക്ക് കൊഴിയും എന്നുള്ള കാര്യം നമുക്ക് ഇഷ്ടമുണ്ട. അത്ര നേരെ ജീവിച്ചുള്ളൂ. ശരി, എന്തല്ല എൻ്റെ ജീവിതം. നമ്മൾ അല്ല എന്തോ ഒരു സുഗന്ധം കൊടുത്തിട്ട് അതാണ് എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് പോയത്. ശരിയല്ലേ? ചന്ദനത്തിരി ഉണ്ടല്ലേ? ചന്ദനത്തിരി എങ്ങനെയാ? ഒരു ചന്ദനത്തിരി ഇവിടെ എവിടെയെങ്കിലും കുത്തി വെച്ചാൽ മതി. ഈ മുറിയല്ല, ഈ ഹാള് മുഴുവൻ എന്തുണ്ടാവും? ഇവിടെ കുത്തി വെച്ചാൽ പട്ട വരാൻ മണക്കും. ചന്ദനത്തിരി കത്തിച്ചിട്ട് മൂക്കിൻ്റെ ഓട്ടെല്ലാം കുത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. വേണോ? അത്രയ്ക്കൊന്നും വേണ്ട. വല്ലത്തെ മൂക്കത് ഇത് അത്യാവശ്യമില്ല. അത് എവിടെ വെച്ചാൽ ആ സുഗന്ധം. ചന്ദനത്തിരിയുടെ ജീവിതം നോക്കൂ. അതിങ്ങനെ സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കും. അതിനനുസരിച്ച് ആരെന്താവും? ചന്ദനത്തിരി തീരല്ല, ദഹിച്ചു പോയി. ദഹിക്കണേ, സ്വയം ദഹിച്ച് പോകുമ്പോഴാണ് എന്ത് കൊടുക്കണത്? ലോകത്തിന് സുഗന്ധം കൊടുക്കണത്. കണ്ടു? എന്തൊരു സന്തോഷമല്ലേ. അപ്പം താൻ നശിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന് എന്ത് കൊടുക്കണോ? സന്തോഷം കൊടുക്കണ. ചന്ദനത്തിരി പോലെ അല്പകാലത്തെ ജീവിതം കൊണ്ട് ലോകത്തിന് ആനന്ദത്തെ കൊടുക്കണ പൂക്കളെ പോലെ. അതാണ് മഹിമയുള്ള ജീവിതം. അല്ലാതെ കുറേ കാലം ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ചത്ത് ചീഞ്ഞ് കിടക്കണ ഏരിയ എത്ര ദിവസം നാറും? എന്ത് കാര്യമുണ്ട്? വല്ല കാര്യമുണ്ടോ? ദുർഗന്ധം കൊണ്ട് നശിപ്പിക്കുക, ലോകത്തിനെ വിഷമിപ്പിക്കുക എന്നല്ലാതെ കണ്ട. അപ്പം അതാണ് ഇത്തിരി കാലം ജീവിക്കുകയാണെങ്കിൽ നല്ലോണം ജീവിക്കാനുള്ള വിദ്യ. അതാണ് ഈശ്വരീയമായ ആ സുഗന്ധം, ഈശ്വരീയതയുടെ ആ നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്കും സുഖമാണ്, നമ്മളെ കൊണ്ട് ലോകത്തിനും സുഖമാണ്. ഈശ്വരീയത ഉള്ളിലുള്ള ആളൊക്കെ അത് ഉള്ളിലുണ്ടാവുകൊണ്ട് അദ്ദേഹം സുഖമായിട്ടാണ് ജീവിക്കുക. അദ്ദേഹത്തിന് എപ്പോഴും സന്തോഷമേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ? ഒരു ഈശ്വരഭാവമുള്ള ആൾക്കാർ അവരെപ്പോഴും സന്തോഷിച്ചിരിക്കും. അവർക്ക് അങ്ങനത്തെ ഒരു വേവലാതിയൊന്നും ഉണ്ടച്ചാലും ഇല്ലാച്ചാലും അവർ തകർന്നൊന്നും ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് വളർന്നും പോവുക, ഇല്ലാണ്ട് പോകുമ്പോൾ തകർന്നു പോവുക, അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ആ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടാവില്ല. അവരതൊക്കെ മറികടന്ന് സന്തോഷമായിട്ട് ജീവിച്ചു പോകും. അത്തരക്കാരുടെ ഒരു സാന്നിധ്യം അവരുടെ കൂടെ കൂടിയ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ വല്ലാതെ വേദനയും വിഷമമൊക്കെ ആയിട്ട് വരുമ്പോൾ ചില സന്തോഷമുള്ള ആൾക്കാരുടെ കൂടെ കൂടി നമ്മൾക്ക് എന്ത് വരും? ആ ഉള്ളിൽ തെളിച്ചം വരില്ലേ? അതാ പറയുന്നത്. അത് ആ നന്മ പകർന്നു വരണതാണ് നമ്മൾക്ക് ഇങ്ങോട്ട്. ഇനിയിപ്പോൾ അതല്ല, വല്ല തന്നായിട്ട് നിലവിളിക്കണവരുടെ അടുത്ത് പോയി നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും? നിലവിളിക്കും. മറ്റേ ചിന്തനെ നിലവിളിക്കേണ്ടത് നമുക്ക് വലിയ വിവരമൊന്നുമില്ല. ഇയാൾ നിലവിളിക്കണ്ട. അത് കണ്ടപ്പോൾ നമ്മളും ഒരാൾ നിലവിളിക്കുന്ന കണ്ടാൽ നമുക്ക് ചിരിക്കാൻ തോന്നുന്നു. നിലവിളിക്കാനല്ലേ തോന്നും? സങ്കടം പകരുകയാണേ. ഇനി ഒരാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ ചുമന്ന് പല്ലൊക്കെ കടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് എന്ത് വരും? നമുക്കൊരു വെപ്രാളൊക്കെ വരും. ദേഷ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വികാര വെപ്രാളൊക്കെ വേവലാതിയൊക്കെ വരും. എന്താല്ലേ? അപ്പം അതുകൊണ്ട്
സന്തോഷിക്കുന്നവരെ കൊണ്ടും ഈശ്വരീയതയുള്ളവരെ കൊണ്ടും അവർക്കും നന്മയാണ്, ലോകത്തിനും നന്മയാണ്. അങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത്. അങ്ങനെ ഈശ്വരീയമായ വഴി കൂടി ജീവിച്ചു പോകാനുള്ള മാർഗമാണ് ഭാഗവതത്തിൻ്റെ മാർഗം.